ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പണവും ആഭരണങ്ങളും കൊടുത്ത് അതൊരു സ്ഥലത്ത് എത്തിക്കണമെന്ന് രാജീവ് സുധീഷിനോട് ആവശ്യപ്പെടുകയും സുധീഷിനെ വഴിയിൽ വെച്ച് രാജീവിന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോവുകയുമാണ്. രാജീവും അരുണും ഹേമയും സുധീഷ് പണവും സ്വർണവുമായി കടന്നു കളഞ്ഞുവെന്ന് നിധിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിധി അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിധി സുധീഷിന് വേണ്ടി അവരോട് വാദിക്കുകയാണ്. സുധീഷ് ഇപ്പോൾ അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ടാകും. അവന്റെ വീട്ടിലുള്ളവരെ തല്ലി ചതച്ചാൽ സത്യം പുറത്തു വരുമെന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അരുണിനെ തടഞ്ഞ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് ചെന്ന് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നീതുവും ഹരീഷും ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് നിധിക്ക് ഹരീഷിനെ ഫോണിൽ കിട്ടുന്നില്ല. സുഭാഷും നികേഷും ഇക്കാര്യം അറിഞ്ഞാൽ ടെൻഷൻ ആകുമെന്ന് കരുതി നിധി അവരുടെ ഫോണിലേക്ക് വിളിക്കുന്നില്ല. ഹരീഷിനെ പലതവണ വിളിക്കുന്നുവെങ്കിലും നിധിക്ക് ഫോണിൽ കിട്ടുന്നില്ല. നീതുവിന്റെ കോള് കട്ട് ചെയ്ത് ഫോണിൽ നോക്കുന്ന ഹരീഷ് കാണുകയാണ് നിധി വിളിച്ചിരിക്കുന്നതായി. ഏട്ടത്തി എന്തിനായിരിക്കും എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് ഹരീഷ് നിധിയുടെ ഫോണിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഹരീഷിന്റെ കോള് കണ്ട് നിധി അറ്റൻഡ് ചെയ്യുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി സുഖമായിട്ടിരിക്കുന്നോ? നിധി പറയുന്നു, ആ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സുധീഷ് അവിടെ വന്നായിരുന്നോ? ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടനോ? സുധീഷ് ഏട്ടൻ എങ്ങനെ ഇവിടെ വരിക? സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ കൂടെ അല്ലേ വന്നത്? ടെൻഷനോട് കൂടി നിധി പറയുന്നു, അതല്ല, സുധീഷ് പുറത്തേക്ക് പോയായിരുന്നു, അതാ ഞാൻ അവിടെ വന്നു എന്ന് ചോദിച്ചത്. അപ്പൊ അവിടെ വന്നില്ലേ? ഹരീഷ് പറയുകയാണ്, ഇല്ല ഇവിടെ വന്നില്ലല്ലോ. ഫോണിൽ വിളിച്ചായിരുന്നു എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഫോണിലും വിളിച്ചില്ല. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തി? നിധി പറയുന്നു, ഇല്ല പ്രശ്നമൊന്നുമില്ല, പുറത്തു പോയായിരുന്നു സുധീഷ്, ഇതുവരെ തിരിച്ചു വന്നില്ല. ഫോണിൽ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാ വരുന്നത്, അതാ ഞാൻ ചോദിച്ചത്. സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ഹരീഷ് ചോദിക്കുന്നു, സ്വിച്ച് ഓഫ്? ഏട്ടത്തി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നിധി പറയുന്നു, ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല. സുധീഷ് ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. എല്ലാവരും സുധീഷിനെ അന്വേഷിക്കുക. സുധീഷ് അവിടെ വന്നു കാണുമോന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഹരീഷിനെ വിളിച്ചത്. ഹരീഷ് പറയുകയാണ്, ഇല്ല ഏട്ടത്തി, ഏട്ടത്തിയോട് പറയാതെ സുധീഷ് ഇവിടെ വരുമോ? നിധി പറയുന്നു, അത് ശരിയാ, പക്ഷെ സമയം കഴിയും തോറും സുധീഷ് അവിടെ വന്നു കാണുമോ എന്ന് ഞാൻ സംശയിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, അതാ ഞാൻ ഹരീഷിനോട് ചോദിച്ചത്. ഇത് കേട്ട് ഹരീഷ് ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് അവിടെ വരികയാണെങ്കിൽ എന്നെ വിളിച്ചു പറയണേ. ഹരീഷ് പറയുന്നു, ശരി ഏട്ടത്തി, സുധീഷ് ഏട്ടൻ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ ഏട്ടത്തിയെ വിളിക്കാം. സുധീഷ് ഏട്ടൻ അവിടെ വരുവാണെങ്കിൽ ഏട്ടത്തി എന്നെ വിളിച്ചറിയിക്കണം. നിധി പറയുന്നു, ആ ഞാൻ വിളിക്കാം, ശരി എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഹരീഷ് ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുമ്പോൾ നിധി മനസ്സിൽ പറയുകയാണ്, സുധീഷ് പിന്നെ എവിടെ പോയതാ? ഹരീഷും സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുവെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ഹരീഷ് ഓർക്കുന്നു സുധീഷിന്റെ വാക്കുകൾ. 7 ദിവസത്തിനുള്ളിൽ നിധിയെയും എന്നെയും തമ്മിൽ പിരിക്കുമെന്ന് അയാൾ പറഞ്ഞത്. അയാളുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് അയാൾ എന്നെയും നിധിയെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. തുടർന്ന് ഗുണ്ടകൾ സുധീഷിന്റെ വീഡിയോ എടുക്കുകയാണ്. കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന സുധീഷ് ബഹളം വെച്ചുകൊണ്ട് പറയുന്നു, ആരാടാ നീയൊക്കെ? എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? കെട്ടഴിച്ചു വിടടാ. എന്തിനാണ് വീഡിയോ എടുക്കുന്നത്? നിന്നോടൊക്കെയാടാ ഞാൻ ചോദിച്ചത്. എന്റെ കെട്ടഴിച്ചു വിട. നിനക്കൊക്കെ ഇപ്പം എന്താ വേണ്ടത്? ആര് പറഞ്ഞിട്ടാടാ നീയൊക്കെ എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? തുടർന്ന് അരുണും രാജീവും ഹേമയും ഹോളിലിരിക്കുമ്പോൾ അരുണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഫോൺ എടുക്കാനായി അരുൺ വേഗത്തിൽ നടന്നു പോകുമ്പോൾ തടഞ്ഞുകൊണ്ട് രാജീവ് ചോദിക്കുകയാണ്, എടാ അരുണെ, നീ ഇത്ര പെട്ടെന്ന് എവിടെ പോവുക? നിന്റെ കാല് വയ്യാന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചുറ്റും നോക്കി അരുൺ പറയുന്നു, അച്ഛാ ഇവിടെ ആരും ഇല്ലല്ലോ. രാജീവ് പറയുന്നു, ആരുമില്ല, അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് നടന്നു പോകണോ? നമ്മുടെ പ്ലാൻ നടത്തിയെടുക്കുന്നത് വരെ എല്ലാത്തിലും ശ്രദ്ധ വേണം. ശരി അച്ഛാന്ന് പറഞ്ഞ് പതിയെ നടന്നുപോയി ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കുകയാണ് അരുൺ. ഗുണ്ടകൾ അയച്ചു കൊടുത്ത സുധീഷിന്റെ വീഡിയോ കണ്ട് സന്തോഷത്തോടുകൂടി അത് രാജീവിനെ കാണിക്കുകയാണ് അരുൺ. കെട്ടിയിട്ടിരിക്കുന്ന സുധീഷ് ബഹളം വെക്കുന്നത് കണ്ട് സന്തോഷത്തോടുകൂടി രാജീവ് പറയുകയാണ്, അവൻ ഇത് തന്നെ വേണം, 4 എണ്ണം കൂടി അവന് കൊടുക്കാൻ പറ. എന്നെ കൂടെ കാണിക്കണമെന്ന് ഹേമ പറയുമ്പോൾ അരുൺ സന്തോഷത്തോടുകൂടി ആ വീഡിയോ ഹേമയും കാണിക്കുകയാണ്. ചുറ്റും നോക്കി ഹേമ പറയുന്നു, ഇവൻ ഇത് തന്നെ വേണം, രാജീവേട്ടൻ പറഞ്ഞതുപോലെ 3-4 എണ്ണം കൂടി അവന് കൊടുക്കാൻ പറ. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, അരുണെ സൂപ്പറടാ, ഇതോടുകൂടി അവന്റെ ശല്യം അവസാനിക്കണം. അവൻ എന്ത് അഹങ്കാരത്തിലാണ് എന്നോട് സംസാരിച്ചത്? കുടിച്ചു പോലെ ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഈ രാജീവിനെ വെല്ലുവിളിച്ചിരിക്കുന്നു അവൻ. ഇനി അവൻ ഒരിക്കലും നിധിയെ കാണരുത്. പണവും സ്വർണവുമായി സുധീഷ് കടന്നു കളഞ്ഞുവെന്ന് നിധി വിശ്വസിക്കണം. നിധിയുടെ ജീവിതത്തിൽ നിന്നും സുധീഷിന്റെ ചാപ്റ്റർ ഇന്നത്തോടുകൂടി അവസാനിക്കണം. ഇനി അവൾ നമ്മുടെ മോള് മാത്രമാണ്. ഈ സമയം നിധി അവിടേക്ക് വരികയാണ്. പെട്ടെന്ന് എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുകയാണ്. നിധി പറയുന്നു, അച്ഛാ ഞാൻ പറഞ്ഞില്ലേ സുധീഷ് വീട്ടിലേക്കൊന്നും പോയി കാണില്ലെന്ന്. അവിടെയുള്ള ആർക്കും സുധീഷിനെ പറ്റി ഒന്നും അറിയില്ല. അരുൺ ചോദിക്കുന്നു, വീട്ടിലേക്ക് പോയില്ലെന്ന് വെച്ചാൽ മോഷ്ടിച്ചില്ലെന്നാണോ അർത്ഥം? എവിടെയെങ്കിലും പോയി ചേട്ടനെയും അനിയന്മാരെയും കൂട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാൻ ആലോചിക്കുകയായിരിക്കും അവൻ. ദേഷ്യത്തോടുകൂടി നിധി പറയുകയാണ്, ഞാൻ സുധീഷിന്റെ വീട്ടിൽ സംസാരിച്ചെന്നല്ലേ പറഞ്ഞത്, അവിടെ ആർക്കും ഒന്നും അറിയില്ല. രാജീവ് പറയുന്നു, മോളെ ഇത് ശരിയല്ല, അവൻ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് 1 ലക്ഷമോ 2 ലക്ഷമോ അല്ല, പല ലക്ഷങ്ങളാണ്. നീ ഞങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകാതെ അവന് വേണ്ടി സംസാരിക്കുന്നത് തെറ്റാണ് മോളെ. നിധി പറയുന്നു, അച്ഛ പ്ലീസ് അച്ഛ, അച്ഛൻ സുധീഷിനെ പറ്റി എന്ത് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ സുധീഷ് ഒരിക്കലും മോഷ്ടിക്കുന്ന ലെവലിലേക്ക്
ജോലിയിലേക്കൊന്നും പോകില്ല. ഈ പണ ഇടപാടുകളൊന്നും സുധീഷിന് പരിചയമുള്ള ജോലിയല്ല. ഒരുപക്ഷെ ആരെങ്കിലും സുധീഷ് പണവുമായി വരുന്നതറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതാണോ? അച്ഛാ, നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും അരുണും ഹേമയും. നിധി പറയുന്നു, സുധീഷിന് എന്താ പറ്റിയതെന്ന് പോലീസുകാർ കണ്ടെത്തട്ടെ. സുധീഷ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ അതും പോലീസ് കണ്ടുപിടിച്ച് പറയട്ടെ. പക്ഷെ അച്ഛാ, ഞാൻ ഉറപ്പ് പറയുകയാണ്, സുധീഷ് ഇത് ചെയ്യില്ല. രാജീവ് ചോദിക്കുന്നു, നീ എന്താ ഈ പറയുന്നത്? എങ്ങനെ നമ്മള് കംപ്ലൈന്റുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും? നമ്മുടെ ബിസിനസിനെ പറ്റി നിനക്കറിയില്ലേ മോളെ? ഇത്രയും പണവും സ്വർണവും വണ്ടിയിൽ കൊണ്ടുപോയെന്നറിഞ്ഞാലേ നമ്മുടെ പേരിൽ കേസ് എടുക്കാം അവർക്ക്. സ്വർണവും പണവും ഒക്കെ വെച്ച് ബിസിനസ് ചെയ്യുന്നത് കാലാകാലങ്ങളായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പണവും സ്വർണവും കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ? എവിടെ നിന്ന് ഇത്രയും പണം വന്നു, എങ്ങനെ വന്നു, കണക്ക് കാണിക്കണമെന്ന് അവര് പറയും. നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കണക്കുണ്ടോ? ഈ കാര്യത്തിൽ നമുക്ക് പോലീസിന്റെ സഹായം ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെയും വിശ്വസിക്കാതെ ആരുണ്ടല്ലെങ്കിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞത്. മോളെ, മരുമകനല്ലേ എന്ന് കരുതി വിശ്വസിച്ച് അവന്റെ കയ്യിൽ പണവും സ്വർണവും കൊടുത്തു വിട്ടതാ. അവൻ അവന്റെ സ്വഭാവം കാണിച്ചു. അരുൺ പറയുന്നു, അച്ഛാ, നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ സമയമില്ല, നമുക്ക് ഇറങ്ങാം. ഇത് കേട്ട് രാജീവ് അകത്തേക്ക് പോകുമ്പോൾ അരുൺ പതിയെ കാറിന്റെ അരികിലേക്ക് പോകാനായി തുടങ്ങുകയാണ്. അവിടേക്ക് വന്ന സാന്ദ്ര ചോദിക്കുന്നു, ഈ അവസ്ഥയിൽ അരുണേട്ടൻ എവിടോട്ടായി പോകുന്നത്? അരുൺ പറയുകയാണ്, വീടിന്റെ അവസ്ഥയെ മോശമായിട്ടിരിക്കുക. അപ്പൊ നീ എന്നെ പറ്റി മാത്രം ആലോചിക്കുന്നു? പോയി നിന്റെ ജോലി നോക്ക്. അങ്ങനെ അരുൺ അവിടെ വന്ന് പോകുമ്പോൾ ഹേമ ചോദിക്കുന്നു, മതിയായോടി നിനക്ക്? അതോ ഇനി ആ കുടുംബത്തിന് വേണ്ടി വക്കാലത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കാനാണോ ഭാവം? ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുന്നതി. ഞങ്ങള് നിന്റെ അച്ഛനും അമ്മയുമാ, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഹേമ അകത്തേക്ക് പോവുകയാണ്. നിധി കണ്ടു നിറങ്ങിയ വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ സാന്ദ്ര നിധിയെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. തുടർന്ന് രാത്രിയായിട്ടും സുധീഷിനെ കാണാത്തത് കൊണ്ട് ടെൻഷനോടുകൂടി ആലോചിച്ച് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ് നിധി. ഒരുപാട് തവണ സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും കിട്ടുന്നില്ല. നിധി മനസ്സിൽ പറയുന്നു, ഈ സുധീഷ് ഇത് എവിടെ പോയതായിരിക്കും? അങ്ങനെ നിധി വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന ഹേമ മറങ്ങി നിന്ന് നിധിയെ ശ്രദ്ധിക്കുകയാണ്. നിധി സുധീഷിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. സുധീഷ് എവിടെയായിപ്പോൾ? സുധീഷിനെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടിലെ വലിയ പ്രശ്നമുണ്ടായി. ഈ മെസ്സേജ് കണ്ടാലുടൻ ദയവ് ചെയ്ത് എന്നെ വിളിക്കണേ. അങ്ങനെ മെസ്സേജ് അയക്കുന്ന നിധി പറയുകയാണ്, സിംഗിൾ ടിക്ക് ആണല്ലോ വരുന്നത്. അരികിലേക്ക് വന്നിരുന്ന ഹേമ ചോദിക്കുന്നു, നീ എന്ത് ചെയ്യുക? ഞാൻ സുധീഷിനെ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് നിധി പറയുമ്പോൾ ഹേമ ചോദിക്കുകയാണ്, ഞങ്ങളെ നിനക്ക് ഒട്ടും വിശ്വാസമില്ലേ? അങ്ങനെ എന്താടി ആ കുടുംബം നിനക്ക് ചെയ്തത്? ഒരു 4 മാസം നീ അവിടെ താമസിച്ചിട്ടുണ്ടോ? അതിനുള്ളിൽ അവരെ പറ്റി നീ എല്ലാം മനസ്സിലാക്കിയോ? അവനെ അവന്റെ കുടുംബത്തെയും ഇങ്ങനെ വിശ്വസിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഇങ്ങനെ മോശപ്പെട്ട ആൾക്കാരെ നീ വിശ്വസിക്കുന്നല്ലോ എന്നോർത്ത്. നിധി പറയുന്നു, അമ്മ പ്ലീസ് അമ്മേ, അവര് മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല, എനിക്കറിയാം അവരെ പറ്റി. പണവും സ്വർണവും കൊടുത്ത് സുധീഷിനോട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞപ്പോൾ സുധീഷ് മടിച്ചു നിന്നതല്ലേ? സുധീഷിന് പോകാൻ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് സുധീഷ് അതുമായി പോയത്. നിങ്ങൾ പറയുന്നത് പോലെ സുധീഷ് ഒരു കള്ളനായിരുന്നെങ്കിൽ എന്തിനാ പണം എടുത്തോണ്ട് പോകുന്നതിന് ഇത്ര ആലോചിക്കുന്നത്? ഹേമ പറയുകയാണ്, ഈ പണം മാത്രം കൊണ്ട് ഓടിപ്പോണോ അതോ ഇവിടെ താമസിച്ച് മൊത്തവും കൂടി എടുത്തോണ്ട് പോകാമോ എന്ന് ആലോചിച്ചതായിരിക്കും. പെട്ടെന്ന് കാശും സ്വർണവും കയ്യിൽ കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ച് അതുമായി അവൻ കടന്നു കളഞ്ഞതാ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയുകയാണ്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കാത്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വിശ്വാസമില്ലേ? ഹേമ പറയുകയാണ്, അത് തന്നെയാണ് ഞാനും നിന്നോട് ചോദിക്കുന്നത്. നിനക്ക് ഈ അമ്മയെ വിശ്വാസമില്ലേ? ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിനക്ക് എപ്പോഴാടി മനസ്സിലാകുക? ഇങ്ങോട്ട് നോക്ക് നിധി, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറ. നിന്റെ കല്യാണത്തിന് മുമ്പേ സുധീഷ് അവന്റെ വീടിനെ പറ്റി നിന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും നിന്റെ അടുത്ത് അവൻ സത്യം പറഞ്ഞിട്ടുണ്ടാകില്ല. 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലാണ് നീ താമസിക്കാൻ പോകുന്നത്. അവന്റെ അച്ഛനൊരു കുടിയനാണ്. എന്റെ കുടുംബത്തിന് ആ നാട്ടിൽ നല്ല പേരൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അവൻ നിന്നോട് പറയാൻ ഒരു ചാൻസും ഇല്ല. ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ടും അവനെ കല്യാണം കഴിക്കില്ലായിരുന്നു. അവൻ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് നിന്നെ ചതിച്ചാണ് ഈ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നീ ആ വീട്ടിൽ ജീവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് നിന്നെ ചതിച്ചതാടി അവൻ. അങ്ങനെ ഒരുത്തൻ ഇന്നിവിടെ പണവും സ്വർണവും കണ്ടപ്പോൾ നിന്നെയും നിന്റെ കുടുംബത്തെയും ചതിക്കണമെന്നും അവൻ ആലോചിച്ചു കാണും. ഇതെല്ലാം കേട്ട് നിധി ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുമ്പോൾ സംശയത്തോടുകൂടി നിധി ഒന്ന് നോക്കിയിട്ട് ഹേമ ചോദിക്കാണ്, നിനക്ക് ഉത്തരവില്ലേടി? കാണില്ല. എങ്ങനെ ഉത്തരം ഉണ്ടാകാനാ? അവനൊരു കള്ളനാണ്, ഫ്രോഡ്. അത് നിന്റെ അച്ഛന് നന്നായി മനസ്സിലായതാ. ഇത് കേട്ട് സംശയത്തോടുകൂടി നിധി ചോദിക്കുന്നു, എന്തായി പറയുന്നത്? ഹേമ പറയുകയാണ്, അതേടി, നേരത്തെയൊക്കെ നിന്റെ അച്ഛൻ പറയുമായിരുന്നു അവനും അവന്റെ കുടുംബവും ഫ്രോഡുകളാണെന്ന്. നമ്മുടെ മോളെ ചതിച്ചവൻ കൂട്ടിക്കൊണ്ടു പോയതാണെന്ന്. നിന്റെ അച്ഛൻ അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് താമസിച്ച് നിങ്ങളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷമാണ് അച്ഛന് സുധീഷിൽ വിശ്വാസം ഉണ്ടായി തുടങ്ങിയത്. 4 ദിവസം പോലും ആ വിശ്വാസം അവൻ നിലനിർത്തിയില്ല. അവൻ അവന്റെ സ്വഭാവം കാണിച്ചില്ലേ, കള്ളൻ. ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഹേമ പറയുകയാണ്, നിന്റെ അച്ഛൻ അവനെ വെറുതെ വിടില്ല. അവൻ എവിടെ ഉണ്ടെങ്കിലും തല്ലി ചതച്ച് അവനെ ഇവിടെ കൊണ്ടുവരും. ഇതെല്ലാം കേട്ട് നിധി ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് തടതല്ലി കരഞ്ഞുകൊണ്ട് ഹേമ പറയുകയാണ്, ഇങ്ങനെയായി പോയല്ലോ എന്റെ മോളുടെ ജീവിതം. ഇങ്ങനെ ഒരുത്തനെ വിശ്വസിച്ച ആ കുടുംബത്തിൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടായല്ലോ. നിന്റെ കല്യാണം മുടങ്ങിപ്പോയ കഥ ഈ നാട് ഇതുവരെ പറഞ്ഞു തീർത്തിട്ടില്ല. ഇപ്പോ നീ കല്യാണം കഴിച്ച
സംസാരിച്ചവൻ കള്ളനാണെന്നറിഞ്ഞാൽ അയ്യോ നാട്ടുകാരുടെ വായ അടപ്പിക്കാൻ പറ്റുമോ? നീ പറ. ദേ നോക്ക്, നിന്റെ അച്ഛൻ ഇപ്പോഴാ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയത്. ബിസിനസിന് കൈമാറേണ്ട പണം മരുമകൻ മോഷ്ടിച്ചോണ്ട് പോയത് രാജീവേട്ടന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് അറിഞ്ഞാൽ നിന്റെ അച്ഛനെ ആരെങ്കിലും ബഹുമാനിക്കുവോ, വില കൊടുക്കുവോ? നീ പറ. പോയി, എല്ലാം പോയി. നിന്റെ ജീവിതവും പോയി, ഞങ്ങളുടെ മാനോ അഭിമാനോ അന്തസ്സും എല്ലാം പോയി. ആ റൗഡി നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചല്ലോടി. അങ്ങനെ ഹേമ ഉറക്കെ കരയുമ്പോൾ ദേഷ്യത്തോടുകൂടി നിധി പറയുന്നു, അമ്മ പ്ലീസ് അമ്മേ, ഞാൻ ഇവിടെ ടെൻഷനിലിരിക്കുക. അമ്മ ഇങ്ങനെ സംസാരിച്ച് എന്റെ സമനില തെറ്റിക്കരുത്. ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ, പ്ലീസ് എന്നെ തനിച്ചു വിട്. ഹേമ പറയുന്നു, നോക്കു നിധി, നിന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും ആ കള്ളനെ പിടിച്ച് പണം തിരിച്ചു വാങ്ങിക്കും. അതോടുകൂടി നീ അവനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചേക്കണം. അവൻ കാരണം നമ്മൾ അനുഭവിച്ചത് മതി. നിന്നോട് ഞാൻ അപേക്ഷിക്കുക, ഇനി അവനും അവന്റെ കുടുംബവുമായുള്ള ബന്ധം വേണ്ട. ദേ നോക്ക്, നന്നായിട്ട് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. ഇത് കേട്ട് നിധി മൂളുമ്പോൾ നിധിയുടെ തൊള്ളിലേക്ക് കൈവച്ച് ഹേമ അവിടെ നിന്ന് പോവുകയാണ്. സംശയത്തോടുകൂടി നിധി മനസ്സിൽ പറയുകയാണ്, ഒരുപക്ഷെ ഇവരെല്ലാവരും പറയുന്നത് പോലെ സുധീഷ് തന്നെയായിരിക്കോ ആ പണവും സ്വർണവും എടുത്തത്. അങ്ങനെ നിധി ഓർക്കുകയാണ്, സുധീഷ് പണ്ട് തന്നോട് പറഞ്ഞ ആ നുണകളെല്ലാം. എന്റെ ചേട്ടനൊരു ആർക്കിടെക്ട് ആണ്, ഞങ്ങൾ താമസിക്കുന്നത് വലിയൊരു വീട്ടിലാണെന്നൊക്കെ. സ്വന്തമായിട്ട് ട്രാവൽസ് ഉണ്ടെന്ന് സുധീഷ് പറഞ്ഞത്. ശേഷം നിധി ഓർക്കുകയാണ്, സൂര്യയുടെയും രാജീവിന്റെയും ഗുണ്ടകളുടെ കയ്യിൽ നിന്നും സുധീഷ് നിധിയെ രക്ഷിച്ചത്. നിധിക്ക് വേണ്ടി ഒരുപാട് തല്ലുകൊണ്ടതും സഹായങ്ങൾ ചെയ്തതും. സുധീഷ് നിധിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത്. തുടർന്ന് നിധി മനസ്സിൽ പറയുകയാണ്, ഇല്ല, സുധീഷ് അങ്ങനെ ഒരാളല്ല. സുധീഷ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെ നിധി വീണ്ടും സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. ശേഷം നിധി മനസ്സിൽ പറയുകയാണ്, ഇനി എന്താ ചെയ്യുക? തുടർന്ന് വീട്ടിലേക്ക് വന്ന ഹരീഷ് രാത്രിയായിട്ടും സുധീഷിനെ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. നികേഷും സുഭാഷും ഹരീഷിനെ ശ്രദ്ധിക്കുന്നു. അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, എന്തു പറ്റി? കുറെ നേരമല്ലോ ഫോണും പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. ഒന്നുമില്ലാന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, എന്താ ഹരീഷ് ഏട്ടാ, കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുഭാഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ എപ്പോഴാ അവസാനമായിട്ട് സുഭാഷ് എന്നെ വിളിച്ചത്? ഇന്നലെ സംസാരിച്ചതാണെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, ഇന്ന് സംസാരിച്ചില്ലേ? സുഭാഷ് ഇല്ലാന്ന് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, നികേഷ് നിന്നെ വിളിച്ചായിരുന്നു? നികേഷ് പറയുന്നു, എന്നോടും ഇന്നലെ സംസാരിച്ചതാ. കുറച്ചു മുമ്പേ ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു, സ്വിച്ച് ഓഫ് ആയിരുന്നു. സുധീഷ് ഏട്ടൻ തിരിച്ചു വിളിക്കട്ടെന്ന് കരുതി ഇരിക്കുകയാണ് ഞാൻ. ഹരീഷ് പറയുന്നു, ഞാനും ഒരുപാട് നേരമായി ട്രൈ ചെയ്യുന്നു, ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അതാ എന്റെ ടെൻഷൻ. സുഭാഷ് ചോദിക്കുന്നു, അതിനാണോടാ നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അവൻ നിധിയുടെ വീട്ടിലല്ലേ ഉള്ളത്. അവര് കുടുംബമായിട്ട് എവിടെയെങ്കിലും പുറത്തു പോയതായിരിക്കും. അവൻ എപ്പോഴത്തെയും പോലെ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നു കാണും, സ്വിച്ച് ഓഫ് ആയി പോയി കാണും. ഇതൊക്കെ ഒന്നും മിണ്ടാതെ ഭയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഹരീഷ്. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ നികേഷ്, ഇത് കണ്ടോടാ, ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പുറത്തേക്ക് ആരെങ്കിലും ഒരാൾ പോയാൽ അവനില്ലാതെ ഇവൻ ഇരിക്കാൻ പറ്റുന്നില്ല, ഇവനില്ലാതെ അവനും ഇരിക്കാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ട് നികേഷ് പറയുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, രണ്ടുപേർക്കും വഴക്കുണ്ടാക്കാനാകാതെ ബോറടിക്കുമല്ലോ. സുഭാഷ് പറയുന്നു, ഹരീഷേ, നിനക്കിനി സുധീഷിനോട് സംസാരിച്ചേ പറ്റുമെങ്കിൽ നിധിയുടെ ഫോണിലേക്ക് വിളിക്ക്. നിധി സുധീഷിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുമല്ലോ. ഹരീഷ് പറയുന്നു, അതല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് എങ്ങനെ പറയണോന്നറിയില്ല. ഇത് കേട്ട് സുഭാഷും നികേഷും സംശയത്തോടു കൂടി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുകയാണ്. രാജീവ് 7 ദിവസത്തിനുള്ളിൽ നിധിയെയും സുധീഷിനെയും തമ്മിൽ പിരിക്കുമെന്ന് പറഞ്ഞതും വെല്ലുവിളിച്ചതും പിന്നീട് രാജീവ് വീട്ടിലേക്ക് വന്നതും സ്നേഹ അഭിനയിച്ച് സുധീഷിനെയും നിധിയെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും അങ്ങനെയല്ല. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, ഇപ്പൊ എന്താ പറ്റിയത്? ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു. സുധീഷ് ഏട്ടൻ രാവിലെ എവിടേക്കോ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന്. സുധീഷ് ഏട്ടന്റെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ച് ചോദിച്ചത്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്തായി പറയുന്നത്? എപ്പോഴാ നിധി നിന്നെ വിളിച്ചത്? 1-2 മണിക്കൂറായെന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, 1-2 മണിക്കൂറായെങ്കിൽ അവന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. നീ ഇപ്പൊ തന്നെ നിധിയെ വിളിച്ച് ചോദിക്ക്. നീ എന്താടാ ആലോചിച്ച് നിൽക്കുന്നത്? നികേഷ് എന്റെ ഫോൺ എടുത്ത. സുഭാഷിന്റെ ഫോൺ കാണാത്തത് കൊണ്ട് നികേഷ് തന്റെ ഫോണിൽ നിന്നും നിധിയെ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധി നികേഷെ പറയടാന്ന് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി, ഹരീഷ് ഏട്ടൻ എന്തൊക്കെയോ പറയുന്നു. സുധീഷ് ഏട്ടനെ കാണാനില്ലേ? സുധീഷ് ഇതുവരെ അവിടെ വന്നില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, ഇവിടെ എങ്ങനെയാ ഏട്ടത്തി വരുന്നത്? ഏട്ടത്തിയുടെ ഒപ്പം അല്ലേ അവിടെ വന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നിധി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി കേൾക്കുന്നുണ്ടോ? സുഭാഷ് പറയുന്നു, നികേഷ് ഫോൺ ഇതാ, ഞാൻ സംസാരിക്കാം. ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ സ്പീക്കറിലിട്ട്. ഫോൺ സ്പീക്കറിലിട്ട് സുഭാഷ് ചോദിക്കുന്നു, നിധി മോളെ, അവിടെ എന്താ പ്രശ്നം? സുധീഷ് എവിടെ പോയതാ? നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ രാവിലെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്തു പോയതാ, ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഹരീഷിനോട് എന്തെങ്കിലും സുധീഷ് പറഞ്ഞോന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഹരീഷിന്റെ ഫോണിൽ വിളിച്ച് ചോദിച്ചത്. സുഭാഷ് പറയുന്നു, ഇപ്പോഴാ ഹരീഷ് പറഞ്ഞത് ഞങ്ങളോട്. സുധീഷ് വീട്ടിലേക്ക് എത്തിയോന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വിളിച്ചത്. ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞാൽ സുധീഷ് പിന്നെ എവിടെ പോയതാ? നിധി പറയുന്നു, അച്ഛൻ ഒരു ജോലി കൊടുത്ത് സുധീഷിനെ പുറത്തേക്ക് വിട്ടതാ. അടുത്തായിരുന്നു, പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചെത്തുമെന്നാ വിചാരിച്ചത്. പക്ഷെ ഇതുവരെ വന്നില്ല സുഭാഷ് ഏട്ടാ. വീട്ടിൽ എല്ലാവരും ടെൻഷനില്ല, സമയം പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു, ഫോണിൽ കിട്ടുന്നുമില്ല. എനിക്ക് എന്തോ ഒരു ഭയം പോലെ. അതുകൊണ്ടാ അവിടെ വന്നോന്നറിയാൻ വേണ്ടിയാ ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് ഞാൻ ചോദിച്ചത്. പ്രശ്നമൊന്നുമില്ല, സുധീഷ് വന്നാൽ ഉടനെ ഞാൻ വിളിക്കാം. സുധീഷ് ഇങ്ങ് വരും, നിങ്ങൾ ടെൻഷൻ ആകണ്ട. സുഭാഷ് ഏട്ടാ സുധീഷ്
സുധീഷ് അവിടെ വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണേ. സുഭാഷ് പറയുന്നു ശരി മോളെ, അവൻ വന്നാൽ ഉടനെ ഞാൻ നിന്നെ വിളിക്കാം. ശരി എന്താ നിധി പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണ് സുഭാഷ്. ഭയത്തോടുകൂടി നിധി മനസ്സിൽ പറയുന്നു സുധീഷ് എവിടെ പോയതായിരിക്കും. നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയതായിരിക്കും. ഹരീഷ് ഓർക്കുകയാണ് നിധിയുടെ വാക്കുകൾ. അച്ഛൻ ചെറിയൊരു ജോലി കൊടുത്ത് സുധീഷിനെ പുറത്തേക്ക് അയച്ചതാണെന്ന്. തുടർന്ന് ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ, അയാളാ ഇതിനെല്ലാം കാരണം. അയാള് സുധീഷ് ഏട്ടനെ എന്തെങ്കിലും ചെയ്തു കാണും. ആരുടെ കാര്യം ഹരീഷ് നീ പറയുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് ഏട്ടത്തിയുടെ അച്ഛൻ. അയാളുടെ പേരെന്തായിരുന്നു? രാജീവ് ശങ്കർ. അയാള് തന്നെയായിരിക്കും എന്തെങ്കിലും ചെയ്തത്. സുഭാഷ് ചോദിക്കണ് നീ എന്തായി പറയുന്നത്? നിധിയുടെ അച്ഛൻ എന്തിനാ സുധീഷിനെ ചതിക്കുന്നത്? ഹരീഷ് പറയുകയാണ് സുഭാഷിന് പല കാര്യങ്ങളും അറിയില്ല, ആലോചിക്കുമ്പോൾ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം വിശദമായി ഹരീഷ് പറയുകയാണ്. രാജീവും സുധീഷും കൂടി കാറിൽ വെച്ച് സംസാരിച്ചതും സുധീഷ് ഹരീഷിനോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം. രാജീവിന്റെ വീട്ടിൽ ചെന്ന് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ച സുധീഷ് അയാളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതും നിധി അറിയാതെ സുധീഷിനെ രാജീവും വരുണും കൂടി ദ്രോഹിക്കുന്നതുമെല്ലാം ഹരീഷ് സുഭാഷിനോട് പറയുകയാണ്. എല്ലാം കേട്ട് ഭയന്ന് നിൽക്കുകയാണ് സുഭാഷും നികേഷും. തുടർന്ന് ഹരീഷ് പറയുന്നു 7 ദിവസത്തിനുള്ളിൽ ഏട്ടത്തെയും സുധീഷേട്ടനെ തമ്മിൽ പിരിക്കുമെന്ന് അയാൾ വെല്ലുവിളിച്ചതാ. അതിനുവേണ്ടി അയാൾ ഇവിടെ വന്ന് ഏട്ടത്തെയും സുധീഷേട്ടനെയും കൂട്ടിക്കൊണ്ടുപോയത്. അയാൾ ചതിക്കുക. ഇപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അയാൾ എന്തോ സുധീഷേട്ടനെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഭാസ്കറിനും അരികിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് ഭയം തോന്നുന്നു. നികേഷ് ചോദിക്കുന്നു ഹരീഷേട്ടാ, സുധീഷേട്ടനെ അവരെന്ത് ചെയ്യുമെന്നാ ഹരീഷേട്ടൻ ഈ പറയുന്നത്? ഭാസ്കരൻ പറയുന്നു ഞാനിത് സംശയിച്ചതാ. ഈ ചെറിയ സമയത്തിനുള്ളിൽ ഒരു വില്ലൻ എങ്ങനെ മനസ്സ് മാറി വരും? കല്യാണത്തിന്റെ അന്ന് തന്നെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയവരല്ലേ അവര്. അന്ന് ഞാനും നിധിയും കോളേജിൽ പോയപ്പോൾ നിധിയുടെ ഏട്ടൻ എന്റെ കയ്യിൽ വെട്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാൾ മനസ്സ് മാറി വന്ന് മകളെയും മരുമകനെയും കൂട്ടിക്കൊണ്ടു പോകുമോ? നാട്ടിലൊക്കെ ഇതുപോലെ കൂട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യുന്ന കഥയൊക്കെ നമ്മൾ പേപ്പറിൽ വായിക്കുന്നതല്ലേ. അതേപോലെ അയാൾ എന്തോ വലുതായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് ഭയത്തോടുകൂടി പൊട്ടിക്കരയുകയാണ് നികേഷ്. ഹരീഷ് പറയുന്നു എടാ നികേഷ് കരയല്ലേ, അങ്ങനെ ഒന്നും ഉണ്ടാകില്ലടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ? ഇപ്പൊ തന്നെ ഭയന്ന് നിൽക്കുക. ആ ഭയം കൂട്ടാനായി വന്നിരിക്കുകയാണോ? ഭാസ്കരൻ പറയുകയാണ് ഒരു പണക്കാരൻ കാറിൽ വന്ന് ഇറങ്ങിയ ഉടനെ ഈന്ന് പറഞ്ഞ് പല്ലിളിച്ചോണ്ട് ചെന്ന് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹരീഷ് പറയുന്നു അയാളോട് ഞങ്ങൾ ഇളിച്ചല്ല സംസാരിച്ചത്, ഏട്ടത്തിയുടെ അച്ഛൻ എന്നുള്ള ബഹുമാനം കൊടുത്താണ് സംസാരിച്ചത്. ഭാസ്കരൻ പറയുന്നു അത് മതിയല്ലോ അയാൾക്ക് അയാളുടെ ജോലി ചെയ്ത് തീർക്കാൻ. എവിടെയോ പോയി ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഹരീഷ് പറയുന്നു നിങ്ങൾ പോയി പുറത്തിരിക്ക്, വെറുതെ ഞങ്ങളെ ടെൻഷൻ ആക്കാതെ. നികേഷ് പറയുന്നു ഹരീഷ് ഏട്ടാ, സുധീഷേട്ടൻ എന്തെങ്കിലും പറ്റിക്കാണുമോ? സുഭാഷ് നിധിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു സുധീഷ് അവിടെ വന്ന മോളെ? ഇതുവരെ വന്നില്ലാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് ഹരീഷ് എന്തൊക്കെയോ പറയുന്നു. എന്താ പറഞ്ഞതെന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് സുഭാഷ് പറയുകയാണ് സുധീഷിന് എന്തെങ്കിലും ആപത്തുണ്ടായോ എന്ന് അവൻ ഭയക്കുന്നുണ്ട്. അവിടെ എന്താ മോളെ നടന്നത്? അവൻ അവിടെ നിറങ്ങുമ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അച്ഛൻ അവനെ എവിടേക്കാ പറഞ്ഞയച്ചത്? നിധി പറയുന്നു കുറച്ച് പണവും സ്വർണവും ബിസിനസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് എത്തിക്കണമായിരുന്നു. രാവിലെ എന്റെ ചേട്ടനായിരുന്നു അത് എടുത്തോണ്ട് പോകാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ ചേട്ടന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് അച്ഛൻ സുധീഷിന്റെ കയ്യിലാണ് പണവും സ്വർണവും കൊടുത്തു വിട്ടത്. ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് സുധീഷ് പണവും സ്വർണവുമായി പോയത്. ഇപ്പം വണ്ടിയും കാണുന്നില്ല, സുധീഷിനെയും കാണുന്നില്ല എന്നാ അവര് പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ് അതൊന്നും സാരമില്ല സുഭാഷ് ഏട്ടാ, പക്ഷെ വീട്ടിലെല്ലാവരും സുധീഷാണ് പണം മോഷ്ടിച്ചെന്നാ പറയുന്നത്. ആ പണവും സ്വർണവുമായി കടന്നു കളഞ്ഞതാണെന്നാ അവർ പറയുന്നത്. സുഭാഷ് പറയുകയാണ് സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോളെ, അവനെ പറ്റി മോക്കറിയാലോ, അവൻ അങ്ങനെ ഒരാളല്ല മോളെ. നിധി പറയുന്നു സുഭാഷ് ഏട്ടാ എനിക്കും അതറിയാം, സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞാനും ഇവിടെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവരാരും വിശ്വസിക്കുന്നില്ല. സുധീഷിന് എന്തെങ്കിലും ആപത്ത് പറ്റിയതാണോ എന്ന് ഭയന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞാൽ അവരാരും അത് കേൾക്കുന്നില്ല. സുധീഷ് പണവും സ്വർണവുമായി കടന്നു കളഞ്ഞതാണ്, സുധീഷാണ് അതെല്ലാം മോഷ്ടിച്ചെന്നോ എന്തൊക്കെയോ അവര് പറയുന്നു. സുധീഷ് തിരിച്ചു വന്നാലേ എല്ലാം ശരിയാകൂ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സുഭാഷ് ഏട്ടാ, ഇവരോട് എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്നും അറിയില്ല. ഈ സമയം ഹേമ ഉറക്കെ നിധിയെ വിളിക്കുകയാണ്. നിധി പറയുന്നു സുഭാഷ് ഏട്ടാ ഞാൻ തിരിച്ചു വിളിക്കാം, സുഭാഷേട്ടൻ എന്തെങ്കിലും അറിയുവാണെങ്കിൽ എന്നെ വിളിക്കണേ. ശരി മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നികേഷ് പറയുകയാണ് സുഭാഷ് ഏട്ടാ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഹരീഷ് ഏട്ടൻ പറഞ്ഞതാ കറക്റ്റ്, അയാൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഭാസ്കരൻ പറയുകയാണ് സ്വർണവും പണവും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അയാളുടെ ആൾക്കാർ അവനെ തല്ലിച്ചതച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി കാണും. എന്നിട്ട് അവന്റെ തലയിൽ പഴി ചാരിയാ മതിയല്ലോ, അവനാണ് സ്വർണവും പണവും എടുത്തതെന്ന് അയാൾ പറയും. ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ സുധീഷ് ഏട്ടനെ അവർ കള്ളനാക്കും. കണ്ടു നിറങ്ങിയ സുഭാഷ് പറയുന്നു ഞാനൊന്ന് ആലോചിക്കട്ടെടാ. അങ്ങനെ എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്